നമസ്കാരം. 30 നിയമസഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങാൻ യൂത്ത് ലീഗ്. കഴിഞ്ഞ തവണ മത്സരിച്ച മണ്ഡലങ്ങൾക്ക് പുറമെ 7 മണ്ഡലങ്ങളിൽ പ്രവർത്തനത്തിന് ഇറങ്ങാനാണ് തീരുമാനം. അധികമായി ചോദിക്കുന്ന സീറ്റുകൾ ലക്ഷ്യം വെച്ച് ലീഗ് ആശീർവാദത്തോടെയാണ് യൂത്ത് ലീഗ് നീക്കം. യൂത്ത് ലീഗിന്റെ പ്രചാരണം കോൺഗ്രസ് സീറ്റുകൾ ലക്ഷ്യം വെച്ചാണോ? ഈ വിഷയമാണ് വാർത്തയിൽ ഇന്ന് അരമണിക്കൂർ ചർച്ച ചെയ്യുന്നത്. സ്വാഗതം. ലീഗ് പ്രതിനിധികൾക്കൊപ്പം രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമപ്രവർത്തകരും നമുക്കൊപ്പം ചേരും. അതിനു മുൻപ് ഞങ്ങളുടെ പ്രതിനിധി മുഹമ്മദ് ഷഹീദ് കോഴിക്കോട് നിന്ന് ചേരുന്നു വിശദാംശങ്ങളുമായി. ഷഹീദ്, വളരെ പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് ഏത് രീതിയിലുള്ള നിലപാട് എടുക്കും ഈ വിഷയത്തിൽ എന്നുള്ള കാര്യമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് 3 സീറ്റ് ചോദിച്ചപ്പോൾ തന്നെ ആ രീതിയിലുള്ള ഒരു ധാരണ ഉണ്ടായതായുള്ള വാർത്തകൾ വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി പ്രത്യേകിച്ച് ജോസ് കെ മാണി വിഭാഗം അടക്കമുള്ളവർ പോയ സാഹചര്യത്തിൽ ഏത് രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്? ലീഗിന്റെ നീക്കങ്ങൾ ഏത് രീതിയിലാണ്? അപർണ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ചോദിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് പാർട്ടി നേതാക്കന്മാർ തന്നെ ഇക്കാര്യം പരസ്യമായി പറഞ്ഞതാണ്. പക്ഷേ എത്ര സീറ്റ് ചോദിക്കും, അത് ഏതൊക്കെ ആവണം എന്നുള്ള കാര്യത്തിലാണ് സ്വാഭാവികമായും സീറ്റ് ചർച്ചകൾ, ഉഭയകക്ഷി പാർട്ടി ചർച്ചകളും മുന്നണി ചർച്ചകളിലൊക്കെ ഭാഗമായി തീരുമാനം വരേണ്ടതും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇനിയും വരേണ്ടത്. പക്ഷേ അതിന് മുമ്പ് തന്നെ യൂത്ത് ലീഗ് ഇത്തരമൊരു പദ്ധതിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ 30 മണ്ഡലങ്ങൾ, അതിൽ 24 സീറ്റുകൾ കഴിഞ്ഞ തവണ മത്സരിച്ചതാണ്. ബാക്കിയുള്ള 6 മണ്ഡലങ്ങൾ കൂടി, അതിൽ പ്രധാനപ്പെട്ടത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ്, കൂത്തുപറമ്പ് മണ്ഡലങ്ങൾ, ഒപ്പം കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ, കുന്നമംഗലം, വയനാട് കൽപ്പറ്റ, പാലക്കാട് പട്ടാമ്പി, ഇത്രയും മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പ്രധാനമായി യൂത്ത് ലീഗ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും മണ്ഡലങ്ങളെങ്കിലും ഏറ്റവും കൂടുതലായി ചോദിക്കുന്ന സീറ്റുകളിൽ ഈ മണ്ഡലങ്ങൾ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ പ്രധാനമായും യൂത്ത് ലീഗ് മുന്നോട്ട് വെക്കുന്നത് അവിടെ സംഘടനാ തലത്തിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒപ്പം സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചാരണം ശക്തിപ്പെടുത്തുക. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സംഘടനാ തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക. ഇതിന്റെയൊക്കെ മുന്നോടിയായി യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് മുനവ്വർ ശിഹാബ് തങ്ങൾ ഫെബ്രുവരി 1 ഈ മണ്ഡലങ്ങളിലൂടെ പ്രത്യേക ഒരു പ്രചാരണത്തിന് തുടക്കം കുറിക്കുകയാണ്. ഫേസ് ടു ഫേസ് എന്നുള്ള പേരിൽ ഒരു ക്യാമ്പയിൻ തുടക്കം കുറിക്കുകയാണ്. അതായത് ഈ തരത്തിൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും എന്ന് നമുക്ക് ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ കൂടുതൽ സീറ്റുകൾ സ്വാഭാവികമായും മുസ്ലിം ലീഗിന് ഈ പ്രത്യേകിച്ചും LJD-യും ജോസ് കെ മാണി വിഭാഗവും ഒക്കെ പോയ സാഹചര്യത്തിൽ കൂടുതൽ സീറ്റുകൾ ഒരുപക്ഷെ മുസ്ലിം ലീഗിന് കിട്ടിയേക്കാം. പക്ഷേ അത് എത്ര സീറ്റുകൾ അധികമായി ലഭിക്കും, അതുപോലെ തന്നെ എവിടെയൊക്കെ അത് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം, അല്ലെങ്കിൽ അത് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് യൂത്ത് ലീഗ് തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നത് വളരെ കൃത്യമായും തന്നെ മുസ്ലിം ലീഗിന്റെ ആശീർവാദത്തോടെയാണ്, അവരുടെ പിന്തുണയോടുകൂടി തന്നെയാണ്. ഇതിനെ കോൺഗ്രസ് ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. റൈറ്റ്, ഞാൻ തിരികെ വരാം. ഷഹീദ്, ഇപ്പോൾ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ട്രഷറർ MS സമദ് ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. ശ്രീ സമദ്, കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിച്ചതിനേക്കാൾ ഏകദേശം ഒരു 4-1 സീറ്റുകളാണ് മുസ്ലിം ലീഗ് മത്സരിച്ചത്. പക്ഷേ ഈ ഫലം വന്നപ്പോൾ ലീഗിനേക്കാളും 3 സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് കൂടുതൽ കിട്ടിയത്. ഇപ്പോൾ സ്വാഭാവികമായും പുതിയ സാഹചര്യത്തിൽ കൂടുതൽ സീറ്റിനുള്ള അർഹത ലീഗിനുണ്ട്, ചോദിക്കാൻ ഉള്ള അവകാശം ലീഗിനുണ്ട് എന്ന് തന്നെയാണോ കരുതുന്നത് ലീഗ്? തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി സംവിധാനത്തിൽ നിന്നുകൊണ്ടാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഏതൊക്കെ സീറ്റുകൾ എത്ര എണ്ണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് UDF-ഉം മുസ്ലിം ലീഗിന്റെ നേതൃത്വവുമാണ്. അർത്ഥത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ചർച്ചകളിൽ മുസ്ലിം ലീഗിന് അതിന്റെ സംഘടനാ സംവിധാനത്തിന്റെയും പൊതുജനങ്ങളുടെ പിന്തുണയുടെ ഒക്കെ തലത്തിനനുസരിച്ചിട്ടുള്ള സീറ്റുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ശ്രീ സമദ്, UDF-ൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ എന്നുള്ള വാർത്തകൾ ആ സമയത്ത് വന്നതാണല്ലോ. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 3 സീറ്റ് ചോദിച്ച സമയത്ത് അപ്പോൾ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ തന്നെ ആയിരിക്കും UDF-ന്റെ ഏകകണ്ഠമായ തീരുമാനം, കോൺഗ്രസിന്റെ തീരുമാനം അങ്ങനെ തന്നെ ആയിരിക്കും എന്നുകൂടിയാണോ പ്രതീക്ഷിക്കുന്നത്? അല്ല, നമ്മൾ ഇതിനകത്ത് അന്തിമമായ ഒരു തീരുമാനം നേതൃത്വം പ്രഖ്യാപിക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ചില സീറ്റുകൾ ന്യായമായി ലഭിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ കോൺഗ്രസിനോ UDF-ലെ ഇതര കക്ഷികൾക്കോ അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ ഏതൊക്കെ സീറ്റുകളാണ്, എത്ര സീറ്റുകളാണ് തീരുമാനിക്കേണ്ടത് നേതൃത്വമാണ്. ആ തീരുമാനം വരുന്നവരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളെപ്പോലെയുള്ള പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അഭിലഷണീയമായ കാര്യമെന്ന് വിചാരിക്കും.
പക്ഷേ ശ്രീ സമദ്, പാലക്കാട് ജില്ലയിലെ ലീഗിന് താരതമ്യേന ഉള്ള ഒരു സ്വാധീനമുണ്ട്. മണ്ണാർക്കാട് മാത്രമാണ് ഇപ്പോൾ ഉള്ള സീറ്റ്. അപ്പോൾ പട്ടാമ്പിയിൽ ആ രീതിയിലുള്ള ചില വാർത്തകൾ വന്നിരുന്നു. പക്ഷേ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ചില പ്രതികരണങ്ങളും ഇതിനോടകം വന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു സീറ്റ് വിഭജനം ഉണ്ടാകുകയില്ല, അങ്ങനെ ഒരു സീറ്റ് കൊടുക്കാൻ കോൺഗ്രസ് താല്പര്യപ്പെടുന്നില്ല എന്ന രീതിയിലുള്ള ചില പരാമർശങ്ങളും വാർത്തകളൊക്കെ വരികയും ചെയ്തിരിക്കുന്നു. അല്ല, ഓരോ തെരഞ്ഞെടുപ്പിലും നിലവിൽ ഓരോ പാർട്ടി മത്സരിക്കുന്ന സീറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുണ്ടാകാറുണ്ട്. പുതിയ ചില സീറ്റുകൾ ഏറ്റെടുക്കാറുണ്ട്, ഉള്ള സീറ്റുകൾ അങ്ങോട്ട് വിട്ടുകൊടുക്കാറുണ്ട്. അതൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളുടെ ഭാഗമായി എല്ലാ കാലത്തും വന്നിട്ടുണ്ട്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് മുസ്ലിം ലീഗിന്റെ സംഘടന വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള സീറ്റുകൾ ലഭിക്കേണ്ടതുണ്ട് എന്ന ഒരു ന്യായമായ ആവശ്യം കുറെ കാലമായി പ്രവർത്തകർക്കുണ്ട്. അത് ഏത് രീതിയിൽ ഏതൊക്കെ സീറ്റ് എന്ത് എന്നുള്ളതൊക്കെ നേതൃത്വമാണ് അന്തിമമായി തീരുമാനിക്കേണ്ടത്. പ്രവർത്തകരുടെ താല്പര്യവും വികാരവും ഉണ്ടാകാം, പക്ഷെ അതിനകത്തൊരു തീരുമാനമെടുക്കേണ്ട നേതൃത്വമാണ്. തീരുമാനമെടുക്കേണ്ട നേതൃത്വമാണ്. പക്ഷെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് എവിടെയെല്ലാം സ്വാധീനമുണ്ട് എന്ന് വ്യക്തമായ ഒരു ധാരണയുണ്ടല്ലോ. കഴിഞ്ഞ തവണ 24-ൽ 11 സീറ്റും മലപ്പുറത്തായിരുന്നു. മറ്റ് ജില്ലകളിൽ മുസ്ലിം ലീഗിന് കൂടുതൽ സ്വാധീനമുണ്ടെന്ന് താങ്കൾ കരുതുന്നത്, അല്ലെങ്കിൽ പാർട്ടി വിലയിരുത്തുന്നത് എവിടെയെല്ലാമാണ്? അല്ല, നമുക്ക് കാസർഗോഡ് ഇങ്ങോട്ട് പോകുന്ന കണ്ണൂരിലാകട്ടെ, വയനാട്, അതുപോലെ പാലക്കാട്, മറ്റു തെക്കൻ ജില്ലകളിൽ നേരത്തെ മുസ്ലിം ലീഗ് മത്സരിച്ചിരുന്ന പല സീറ്റുകളുമുണ്ട്. അപ്പൊ ഇങ്ങനെ പാർട്ടിക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കണമെന്ന് പ്രവർത്തകരുടെ ഒരു പൊതുവികാരമാണ്. അത് മാനിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം UDF-ൽ നിന്നുണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം കൂടി ശ്രീ സമദ്, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത് കേരള കോൺഗ്രസ് എമ്മിന്ന് ജോസ് കെ മാണി വിഭാഗം പോയിരിക്കുന്നു, LJD പോയിരിക്കുന്നു. പക്ഷേ ഈ എമ്മിന്റെ സീറ്റുകളെല്ലാം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അത് തങ്ങളാണ് നിൽക്കുക എന്ന് PJ ജോസഫ് ഒരു തവണയല്ല പലതവണ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതാണ്. ആ ഒരു വിഷയം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അദ്ദേഹം അഭിപ്രായം മാറ്റാനുള്ള സാധ്യതയും ഇല്ല. ഘടകകക്ഷികൾക്കിടയിൽ ആ രീതിയിലുള്ള ഒരു ധാരണ ഇനി ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി ഉണ്ടോ ലീഗിന്? അല്ല, ഓരോ കക്ഷിക്കും UDF-നകത്ത് ഓരോ കക്ഷിക്കും അവരുടേതായ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം, അത് പരസ്പരം മാനിക്കും. ആ അഭിപ്രായ സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഐക്യകണ്ഠേന UDF-ന് ഗുണപരമായ തീരുമാനം നേതൃത്വം കൈക്കൊള്ളാറുണ്ട് എല്ലാ കാലത്തും. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു UDF-ന് ഭരണം ലഭിക്കുമെന്ന പ്രതീക്ഷയുള്ള ഒരു ഘട്ടത്തിൽ അതിന് മങ്ങലേൽപ്പിക്കാത്ത വിധമുള്ള തീരുമാനം തന്നെയായിരിക്കും ഉണ്ടാവുക എന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. യൂത്ത് ലീഗിന്റെ ട്രഷറർ MA മജീദാണ് പ്രതികരിച്ചത് ന്യൂസ് 8നോട്. ഈ വിഷയത്തിനകത്ത് അദ്ദേഹം വാർത്തകൾ നിഷേധിക്കുന്നില്ല. പാർട്ടി തീരുമാനമെടുക്കും അന്തിമമായി എന്നുകൂടി പറയുന്നു. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ മാധ്യമപ്രവർത്തകൻ NP ചേക്കുട്ടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ NP ചേക്കുട്ടി, നേരത്തെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഈ രീതിയിലുള്ള കൂടുതൽ സീറ്റുകൾ അവകാശപ്പെടും ലീഗ്, ആ രീതിയിലുള്ള ഒരു ധാരണയുണ്ടായെന്നുള്ള വാർത്തകൾ വന്നതാണ്. ഇപ്പോഴും തർക്കമില്ല, ആരാണ് രണ്ടാമൻ എന്ന് ചോദിക്കുമ്പോൾ ഈ തർക്കമില്ലാത്ത രീതിയിൽ മുസ്ലിം ലീഗ് മുന്നിൽ നിൽക്കുകയാണ്. പുതിയ സാഹചര്യത്തിൽ ഇതുപോലെ ഒരു 30 സീറ്റുകളിലേക്ക് കൂടുതൽ സീറ്റുകൾ അവകാശപ്പെടാനുള്ള അർഹത തങ്ങൾക്കുണ്ട് എന്ന് ലീഗ് കരുതുന്നു. ആ രീതിയിലാണ് യൂത്ത് ലീഗിന്റെ പ്രചാരണം. അങ്ങനെയാണോ വിലയിരുത്തുന്നത്? മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പം കേരള കോൺഗ്രസ് ഒരു വിഭാഗം മാറിയതുകൊണ്ട് കൂടുതൽ സീറ്റുകളുടെ ഒരു ഡിവിഷൻ ഉണ്ടാവും. കാരണം UDF-നകത്തുണ്ടായിരുന്ന കക്ഷികളിൽ ചിലർ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സീറ്റുകൾ ആർക്കൊക്കെ വിഭജിച്ചു കൊടുക്കണം, എത്ര സ്വതന്ത്രരായി കൊണ്ടുവരണം തുടങ്ങിയ നിരവധി വിഷയങ്ങൾ അതിനകത്ത് വരും. അപ്പോൾ മറ്റെല്ലാ കക്ഷികളെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷി എന്ന നിലയിൽ ലീഗ് അവകാശവാദം ഉന്നയിക്കും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവർ കഴിഞ്ഞ തവണ 24 സീറ്റിൽ മത്സരിച്ചു. ഇത്തവണ ധാരാളം സീറ്റുകൾ ഒഴിവ് വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് 6 സീറ്റെങ്കിലും അഡീഷണൽ ആയിട്ട് കിട്ടണം എന്ന് അവർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ അത്തരം കാര്യങ്ങളിൽ സാധാരണ നിലയിൽ മുന്നണിയിലേക്കകത്ത് നടക്കുന്ന കൂടിയാലോചനകളിലാണ് തീരുമാനമെടുക്കുന്നത്. ലീഗ് അവകാശവാദം ഉന്നയിക്കുന്നു. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്തവണ കുറച്ച് നോൺ മുസ്ലിങ്ങളല്ലാത്ത മറ്റ് സമുദായങ്ങളിൽ നിന്നുള്ള ആളുകളെ കൂടി ലീഗിന്റെ സ്വതന്ത്രരായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥികളാക്കണം എന്നൊരു താല്പര്യം കൂടി അവർക്കുണ്ട്. കാരണം ഇപ്പൊ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന വർഗീയ പ്രചാരവേല, കുഞ്ഞാലിയും ഹസനും അമീറും ചേർന്ന് ഭരിക്കും തുടങ്ങിയ പ്രചാരവേലകളെ കൗണ്ടർ ചെയ്യാൻ ആവശ്യമായുള്ള തന്ത്രങ്ങൾ എന്ന നിലയിൽ നോൺ മുസ്ലിം മുഖങ്ങൾ കൂടി ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ വരണം എന്ന ആവശ്യം അവർക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് അതനുസരിച്ചുള്ള മേഖലകളിൽ ഒരുപക്ഷെ ക്രൈസ്തവ മേഖലകളിലോ
മറ്റ് സമുദായങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലോ കൂടി അവർ സീറ്റുകൾ ആവശ്യപ്പെടുന്നതിനിടയുണ്ട്. അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം അവരെ ഒരു സെക്യുലർ പരിപ്രേക്ഷ്യം, ഒരു സെക്യുലർ മുഖം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അത്തരത്തിലുള്ള ശ്രമങ്ങൾ അവർ നടത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ എൻ പി ചെക്കുട്ടി, ഈ പേരാമ്പ്ര പോലെയുള്ള മണ്ഡലങ്ങളും മുസ്ലിം ലീഗ് നോക്കുന്നതായി കണ്ണുവെക്കുന്നതായുള്ള വാർത്തകൾ വരുന്നു. അതേസമയം അത് കോൺഗ്രസിലെ വളരെ പ്രമുഖരായിട്ടുള്ളവർ ആ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള വാർത്തകളും വരുന്നു. അങ്ങനെ ഒരുപാട് മണ്ഡലങ്ങളുടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ധാരണയുണ്ടോ? UDF നേരത്തെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ധാരണയിൽ ലീഗ് ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചാൽ ഇത് എത്രത്തോളം തള്ളിക്കളയാൻ കോൺഗ്രസിന് കഴിയും? കോൺഗ്രസ് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽപ്പെടുമോ? അങ്ങനെയൊന്നുമില്ല. ഇതിന് മുമ്പ് എത്ര തവണ കേരളത്തിൽ ഇലക്ഷൻ നടന്നിട്ടുണ്ട്. ഓരോ തവണയും ഇത്തരം സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. ഗ്രൂപ്പുകൾ തമ്മിലുള്ള അടി, നേതാക്കന്മാരുടെ തമ്മിലുള്ള അടി, ഇങ്ങനെ നിരവധി വിഷയങ്ങൾ കോൺഗ്രസ് എല്ലാ കാലത്തും ഉള്ളതാണ്. ഇത്തവണയും അത് ഒഴിവാക്കാൻ കഴിയില്ല. പക്ഷെ അതേ സമയത്ത് തന്നെ ഇതെല്ലാം തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിക്കുന്നതോടുകൂടി സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞാൽ പിന്നെ സാധാരണ നിലയിൽ ചുരുങ്ങിയ സമയം ഉള്ളെങ്കിൽ പോലും ആ സമയത്ത് വളരെ ശക്തമായിട്ടുള്ള പ്രചാരവേല നടത്തി വിജയിപ്പിച്ചെടുക്കാൻ അവർ കഴിയാറുണ്ട്. LDFന് CPM സംവിധാനത്തിന്റെ ശക്തി കൊണ്ടും അവരുടെ സംഘടനാ കെട്ടുറപ്പ് കാരണവും സ്ഥാനാർത്ഥി നിർണയം വലിയ പരിക്കില്ലാതെ നേരത്തെ തന്നെ തീർക്കാൻ കഴിയുന്നതാണ് പതിവുള്ളത്. അപ്പോൾ ഇത്തവണയും അവർക്ക് അങ്ങനെ കഴിഞ്ഞു എന്ന് വരും. അപ്പൊ ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളമുള്ള തർക്കങ്ങൾ UDFൽ പുതിയൊരു കാര്യമല്ല. അത് ഒഴിവാക്കാൻ കഴിയില്ല. ജനാധിപത്യ കക്ഷികൾ എന്ന നിലയിൽ പലതരത്തിലുള്ള സ്ഥാപിത താല്പര്യങ്ങളും സമ്മർദ്ദ ഗ്രൂപ്പുകളും ഉണ്ടാവും. അവരെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി കൊണ്ടുപോകേണ്ടതായിട്ട് വരും. ജാതിമത സമവാക്യങ്ങൾ ഉണ്ടാവും, മറ്റ് തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാവും. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് പോകാൻ കഴിയൂ. ആ പ്രക്രിയ മുമ്പ് നടന്നിട്ടുള്ളതാണ്, ഇത്തവണയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ തിരികെ വരാം. ദയവായി തുടർന്ന് ശ്രീ എൻ പി ചെക്കുട്ടി, മാധ്യമപ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ എ സജീവൻ നമുക്കൊപ്പം. ശ്രീ എ സജീവൻ, ജോസഫ് അയയുകയാണെങ്കിൽ ജോസ് കെ മാണി വിഭാഗം പോയതുകൊണ്ട് ഒഴിവ് വരുന്ന സീറ്റുകൾ ഈ രീതിയിൽ മാറ്റി നൽകാം. അങ്ങനെയാണ് ആ ഒരു പ്രതീക്ഷ കോൺഗ്രസിനുണ്ടാകും. പക്ഷേ ഈ സീറ്റുകൾ ഒന്നും കൊടുക്കുകയില്ല. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മത്സരിച്ച എല്ലാ സീറ്റുകളും തങ്ങൾക്ക് വേണമെന്ന് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് മാസങ്ങളോളമായി ജോസഫ്. അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിന്ന് പോവുകയാണെങ്കിൽ അതൊരു മുന്നണിയിൽ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുമോ? കോൺഗ്രസ് എന്ത് ചെയ്യും? ജോസ് കെ മാണി പോയതിനു ശേഷമുള്ള സീറ്റുകളെല്ലാം അവർ നേരത്തെ മത്സരിച്ച സീറ്റുകളെല്ലാം തങ്ങൾക്ക് വേണമെന്ന് ജോസഫ് വിഭാഗം ഇപ്പോൾ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ അവർക്ക് തന്നെ അറിയാം, യാഥാർത്ഥ്യമല്ല, അവർക്ക് അങ്ങനെ കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത്. കാരണം കേരള കോൺഗ്രസ് എമ്മിൽ പൊതുവെയുള്ള മൊത്തമുള്ള രണ്ടായിട്ട് മാറിയപ്പോഴും അതിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള വിഭാഗം, പ്രബല വിഭാഗം ജോസ് കെ മാണിയോടൊപ്പം ഉള്ള ആളുകളാണെന്നുള്ള കാര്യം ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും തെളിയിക്കപ്പെട്ടാണ്. അപ്പൊ അതുകൊണ്ട് ജോസഫിന് വളരെ ആ കടുംപിടുത്തത്തോട് ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന മുഴുവൻ സീറ്റുകളും വേണമെന്നുള്ള ആവശ്യപ്പെടലൊക്കെ നടക്കും. കാരണം എല്ലാ പാർട്ടികളും ഉന്നയിക്കുന്നത് തങ്ങൾക്ക് കൂടുതൽ സീറ്റ് വേണമെന്നുള്ള കാര്യം തന്നെയായിരിക്കും. ആ ആവശ്യം ഉന്നയിച്ചാൽ പോലും അവർക്കറിയാം അത് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത്. അവര് പൂർണ്ണമായിട്ടും ഇടഞ്ഞുകൊണ്ട് ഞങ്ങൾ മുന്നണിയിലേക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മുന്നണിയിൽ നിന്ന് മാറുന്നു പറഞ്ഞുകൊണ്ട് അവർ നിൽക്കില്ല. അവർ കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. കാരണം അവരുടെ ശക്തിക്ഷയത്തെ കുറിച്ച് അവർക്കറിയാം. ഇപ്പോൾ നേരത്തെ ഉള്ളത് പോലെയല്ല. കേരള കോൺഗ്രസ് എന്നുള്ള പേര് അവർക്ക് കിട്ടില്ല, അവർക്ക് ചിഹ്നം കിട്ടില്ല. ഇപ്പോ ഇത് രണ്ട് കോടതിയിലെത്തി കാര്യങ്ങളിലൊരു തീർപ്പ് വന്നു കഴിഞ്ഞാൽ എന്തായാലും പുതിയൊരു പാർട്ടിയായിട്ട് പഴയ പോലെ കേരള കോൺഗ്രസ് ആയിട്ട് നിൽക്കേണ്ടി വരും. അങ്ങനെ ആകുന്ന സമയത്ത് പഴയ സീറ്റ് മുഴുവൻ കിട്ടണമെന്ന് അവർക്ക് കടുംപിടുത്തത്തിനുള്ള ഒരു സാധ്യതയും ഇല്ല. അത് ജോസഫിന് നന്നായിട്ട് അറിയാം, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഏത് പാർട്ടിയും ചെയ്യുന്ന പോലെ അവര് പരമാവധി സീറ്റ് കിട്ടാതെ ശ്രമം നടത്തും. റൈറ്റ്, തീർച്ചയായും ശ്രീ എ സജീവൻ, ഞാൻ ഒന്ന് ഇടപെടുന്നു, വളരെ പെട്ടെന്ന് തിരികെ വരാം. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം KC വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിൽ. Which is paining the real soul of the country. Already 60 days are all over. The government is still in an indifferent mood towards the farmers' agitation. The Congress party, the CWC today unanimously decided to stand with a strong solidarity with the farmers throughout the country. We had passed the resolution on this regard, and also CWC
formulate some top to bottom level action plan for supporting this farmers' agitation. You all know that the way in which government is treating our Annadadas, actually this is an insult to the farmers and dishonor to the country itself. Entire country's food security is depending upon our Annadadas, but central government is totally insensitive on this. Congress party had done series of agitation in favor of the agitating farmers in our Congress organizational level. Today we decided to continue with great vigor this agitation from top to bottom. CWC urged each and every congressman from top to the bottom to be involved this massive agitations program. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം നേതാക്കൾ സംസാരിക്കുകയാണ്. സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് മുമ്പ് കർഷക സമരവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ നിലപാട് ആവർത്തിക്കുകയായിരുന്നു കെ സി വേണുഗോപാൽ. തിരികെ വരാൻ വാർത്തയിൽ നിലയ്ക്ക് നേരത്തെ ചർച്ച ചെയ്ത വിഷയം യൂത്ത് ലീഗിന്റെ പ്രചാരണം കോൺഗ്രസ് സീറ്റുകൾ ലക്ഷ്യം വെച്ചാണോ എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് നേതാവ് നജീബ് കാന്തപുരം നമുക്കൊപ്പം ചേരുന്നു. ശ്രീ നജീബ് കാന്തപുരം, 24 സീറ്റിൽ കഴിഞ്ഞ തവണ മത്സരിച്ച ലീഗ് ഇത്തവണ 30 സീറ്റുകളിൽ 30 മണ്ഡലങ്ങളിൽ പ്രചാരണം ശക്തമാക്കുന്നു എന്നുള്ള വാർത്തകളുണ്ട്. സ്വാഭാവികമായും ഉയരുന്ന വാർത്തകൾ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടായ ഒരു ധാരണ അനുസരിച്ച് തന്നെ കൂടുതൽ സീറ്റുകൾ ലീഗ് ആവശ്യപ്പെടുന്നു, അതിന് അർഹതയുണ്ടെന്ന് ലീഗ് കരുതുന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മുന്നണിയും ആ രീതിയിലൊരു തീരുമാനത്തിലേക്ക് കടക്കുന്നു. അങ്ങനെയാണോ? മുസ്ലിം ലീഗിന് സ്വാഭാവികമായിട്ടും സീറ്റുകൾ ലഭിക്കാനുള്ള അവകാശമുണ്ട്. ആ സീറ്റുകൾ മുന്നണി ഒരു ശീലം എന്ന് പറയുന്നത് ഞങ്ങൾ സീറ്റുകൾ കൊടുക്കുന്നവരും വാങ്ങുന്നവരും ഈ മുന്നണിക്ക് അകത്തില്ല. കാരണം എല്ലാ കക്ഷികളും ചെറിയ പാർട്ടികളും വലിയ പാർട്ടികളും ഒക്കെ ഒരേപോലെ പ്രവർത്തിക്കുന്ന, എല്ലാവർക്കും ജനാധിപത്യപരമായി സ്വാതന്ത്ര്യമുള്ള, എല്ലാവർക്കും ഡിഗ്നിറ്റിയുള്ള ഒരു പ്രസ്ഥാനമാണ്, ഒരു മുന്നണിയാണ്. അതുകൊണ്ട് ഇതിൽ കൊടുക്കലും വാങ്ങലും ഇല്ല. ഞങ്ങൾ സീറ്റുകൾ ആർക്കൊക്കെ വേണം, ഏതൊക്കെ പാർട്ടികൾക്ക് എങ്ങനെയൊക്കെ നൽകണമെന്നും വിജയസാധ്യത ആര് മത്സരിച്ചാൽ ഉണ്ടാകുമെന്നുമുള്ള ഒരു പൊതുധാരണയുണ്ടാക്കിയാണ് സ്വാഭാവികമായിട്ടും മത്സരിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. അക്കാര്യത്തിൽ ചർച്ചകളും ആലോചനകളും നടക്കുന്നേ ഉള്ളൂ. അപ്പൊ അത് ഒരു സീറ്റിന്റെ പങ്കിട്ടെടുക്കലല്ലാതെ കൊടുക്കലും വാങ്ങലും എന്ന ഒരാശയം UDF-നകത്തില്ല. ഇപ്പോ സ്വാഭാവികമായും 2 പ്രധാന കക്ഷികൾ മുന്നണിയിൽ ഇന്നില്ല എന്നതുകൊണ്ട് തന്നെ അവരുടെ സീറ്റുകൾ, ഏതെല്ലാം സീറ്റുകൾ ആരെല്ലാം മത്സരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയും ആലോചനയും UDF-ൽ നടക്കുന്നുണ്ട്. അതിനനുസരിച്ച് ഞങ്ങൾക്കൊരൊറ്റ ലക്ഷ്യം മാത്രമാണുള്ളത്, UDF അധികാരത്തിൽ വരണം. അതിന് ഗുണകരമായി ആരെല്ലാം മത്സരിക്കാൻ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് സ്ഥാനാർത്ഥികളെ നിർണയിച്ച് പാർട്ടികൾ അതുമായി മുന്നോട്ട് പോകും. ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മുന്നണിക്കകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല, നാളെയും ഉണ്ടാകാൻ പോകുന്നുമില്ല. ശ്രീ നജീബ്, ആരൊക്കെ മത്സരിക്കും, ഏതൊക്കെ സീറ്റാണ് ആർക്കുള്ളത്, ഇതൊന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് കോൺഗ്രസ് പറയുന്നു. അതായത് കോൺഗ്രസിന്റെ കാര്യം പോലും കോൺഗ്രസ് തീരുമാനിച്ചിട്ടില്ല എന്ന് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ സമയത്താണ് ഒരല്പം നേരത്തെ തന്നെ പ്രചാരണം തുടങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ ആ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ട് യൂത്ത് ലീഗും ഈ പ്രചാരണ രംഗത്ത് സജീവമാകുന്നത്. തളിപ്പറമ്പ് തൊട്ട് പട്ടാമ്പി വരെ കഴിഞ്ഞ തവണ മത്സരിക്കാതിരുന്ന മണ്ഡലങ്ങൾ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന വാർത്തകളുണ്ട്. അതും ശരിയാണോ? 140 മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സംഘടനാ സംവിധാനമുണ്ട്. അത് പ്രകാരം ഞങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട മണ്ഡലങ്ങളിൽ മുന്നണിയെ സഹായിക്കാൻ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നത് സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗ് എടുക്കേണ്ട ഒരു ഉത്തരവാദിത്തമല്ലേ.
ആ ഉത്തരവാദിത്തം ഞങ്ങൾ നിർവഹിക്കുന്നു. ശ്രീ നജീബ് കാന്തപുരം, അത്ര മാത്രമേ ഉള്ളൂ. പട്ടാമ്പി മണ്ഡലം അത് കോൺഗ്രസിന്റെ ഷുവർ സീറ്റ് ആയിരുന്നു, കഴിഞ്ഞ തവണ അത് നഷ്ടപ്പെട്ടു. പട്ടാമ്പി മണ്ഡലം മണ്ണാർക്കാട് മാത്രമാണ് ലീഗിനുള്ളത്. പട്ടാമ്പി ലീഗ് ആവശ്യപ്പെടുന്ന രീതിയിലുള്ള വാർത്തകൾ വരിക, അതിന് കഴിയുകയില്ല എന്ന് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് പരസ്യ പ്രതികരണങ്ങൾ വരിക, ഇതെല്ലാം സംഭവിച്ചതാണ് കഴിഞ്ഞ സമയങ്ങളിൽ. അതായത് എല്ലാ മണ്ഡലങ്ങളിലും ഒരു മുന്നണി എന്ന രീതിയിലുള്ള പ്രചാരണം മാത്രമാണോ നടക്കുന്നത്? അത്രയേ ഉള്ളൂ. ഇപ്പോ മുന്നണി എന്ന നിലയിലല്ലാതെ പാർട്ടി എന്ന നിലയിൽ നമ്മൾ പ്രത്യേകം പ്രവർത്തനം നടത്താറില്ലല്ലോ. പക്ഷെ UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികളിൽ ഒന്നായ മുസ്ലിം ലീഗ് ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ കൂടുതൽ പ്രവർത്തനം വിപുലപ്പെടുത്തി അതിന്റെ പ്രവർത്തന കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ വേണ്ടി മുസ്ലിം യൂത്ത് ലീഗിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് പാർട്ടിയുടെ ഒരു തീരുമാനമാണ്. അത് അനുസരിച്ച് മുസ്ലിം ലീഗ് മത്സരിക്കുന്ന സ്ഥലത്ത് മാത്രമല്ല, മുസ്ലിം ലീഗിന് വളരെ നിർണായകമായ സ്വാധീനമുള്ള എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പ്രത്യേകം പ്രവർത്തനം സജ്ജമാക്കാനുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ഞങ്ങൾ അധികമായി നടത്തുന്നുണ്ട്. ശ്രീ നജീബ്, ഒറ്റ ചോദ്യം കൂടി. എന്തായാലും കഴിഞ്ഞ തവണ മത്സരിച്ച 24 അല്ല, അതിൽ കൂടുതൽ അർഹതയുണ്ട് ലീഗിന് എന്നൊരു വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. അത് ശരിയല്ലേ? തീർച്ചയായിട്ടും അതിൽ എന്ത് സംശയമുണ്ട്. കാരണം 14 സീറ്റ് UDFനകത്ത് വേക്കന്റായി വരുമ്പോ അതിൽ മുസ്ലിം ലീഗിനും ആനുപാതികമായിട്ടുള്ള സീറ്റുകൾ ഉണ്ടാകുമല്ലോ. അത് തർക്കത്തിനൊന്നും കാര്യമില്ല. അപ്പൊ മാത്രമല്ല, ഞാനീ പറഞ്ഞത് പ്രകാരം എല്ലാ സീറ്റുകളിലും ആര് മത്സരിക്കണം എന്നുള്ളത്, ഏത് പാർട്ടി മത്സരിക്കണം എന്നുള്ളത് UDF ആലോചിച്ചെടുക്കുന്ന തീരുമാനമാണ്. അതിനനുസൃതമായി ഞങ്ങളും അതിന്റെ കാര്യങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാർ ചർച്ചയിൽ ഉന്നയിക്കും. അതിനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ രൂപപ്പെട്ടു വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷ. റൈറ്റ്, വളരെ നന്ദി ശ്രീ നജീബ് കാന്തപുരം. ഒരിക്കൽ കൂടി ശ്രീ എ സജീവൻ, ബാക്കി സീറ്റ് ചർച്ചകളെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് കോൺഗ്രസിൽ പോലും തർക്കങ്ങൾ മുറുകി വരുന്ന സമയത്ത് ഒരു മുഴം മുന്നേ എറിഞ്ഞിരിക്കുന്നു ലീഗ് എന്നുള്ളത് വ്യക്തമാണ്. ജോസഫ് എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളത് വിഷയമാകുന്നു. അതോടൊപ്പം തന്നെ UDFനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന്റെ ആവശ്യങ്ങൾ തള്ളാനും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. സ്വാഭാവികമായും ഒരു 30 സീറ്റിൽ തന്നെ ലീഗിന് മത്സരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരും. അങ്ങനെ ഒരു പ്രവചനം നടത്തുന്നു ഇപ്പോൾ? സ്വാഭാവികമായിട്ടും ഇപ്പൊ നജീബ് പറഞ്ഞ പോലെ കേരള കോൺഗ്രസ് പോയി, LJD പോയി, ഈ രണ്ട് പാർട്ടികളും പോകുന്നതോട് കൂടിയിട്ട് ഉണ്ടാവുന്ന സീറ്റ് പൂർണ്ണമായിട്ടും കോൺഗ്രസ് കയ്യിലാക്കുക എന്ന് പറയുന്നത് അത് നടക്കുന്ന കാര്യമല്ല. ഒന്നാമത്തെ കാര്യം, ഈ ഇപ്പോഴത്തെ അവസ്ഥ UDFൽ ഏറ്റവും കെട്ടുറപ്പുള്ള പാർട്ടി മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗിന് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും സീറ്റ് ചോദിച്ചു വാങ്ങാനുള്ള അവകാശമുണ്ട്. മറ്റ് പാർട്ടികളെക്കാൾ വളരുന്ന പാർട്ടികളിൽ നിന്ന് ക്ഷയിക്കാത്ത പാർട്ടി അവരാണ്. കോൺഗ്രസിനുണ്ടായിട്ടുള്ള ക്ഷയം നമുക്കറിയാം. ഈ BJPയിലേക്ക് കുറെ വോട്ട് പോയിട്ടുണ്ട് കോൺഗ്രസിൽ നിന്ന്. അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ലീഗിന് ഈ കാലഘട്ടത്തിനിടയിൽ അങ്ങനെ ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. മറ്റു പാർട്ടികൾക്ക് ഇപ്പം കേരള കോൺഗ്രസ് പോകുമ്പോൾ അവശേഷിക്കുന്ന ജോസഫിന് അവരുടെ പാതിയിലേറെ ശക്തി നഷ്ടപ്പെടുകയാണ്. ഇതുകൊണ്ട് ഉണ്ടാവുന്ന ഈ രണ്ട് പാർട്ടികളും പോയതുകൊണ്ടുണ്ടാവുന്ന സീറ്റ്, ആ സീറ്റ് ലീഗിന് കിട്ടുമെന്ന് അവർക്കറിയാം. അവിടെയാണ് അവർ കുറെ കൂടി സാധ്യതയുള്ള സീറ്റുകൾ, ജയസാധ്യതയുള്ള സീറ്റുകൾ അവർ ചോദിച്ചു പോകുന്നത്. അതെപ്പോഴും ഈ ഘട്ടത്തിൽ മാത്രമല്ല, നേരത്തെയും ജയസാധ്യതയുള്ള സീറ്റുകൾ നേടിയെടുക്കാൻ മുസ്ലിം ലീഗ് എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. നേരത്തെ കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന നല്ല ശക്തി, കോൺഗ്രസിന്റെ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് അവർക്ക് കൂടിയ ഭൂരിപക്ഷത്തോട് ജയിച്ചിരുന്ന സീറ്റാണ് തിരുവമ്പാടി. TP ജോർജിനെ പോലുള്ള ഒരാൾ തൃശ്ശൂരിൽ നിന്ന് വന്നിട്ട് വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചൊരു സ്ഥലമാണ്. ആ തിരുവമ്പാടി കുറച്ച് മുമ്പ് ലീഗിന് ചോദിച്ചു വാങ്ങിയവര്. ഇപ്പോഴാ തിരുവമ്പാടി മറിച്ച് LDFന്റെ കയ്യിലേക്ക് പോയപ്പോൾ പോലും അത് തിരിച്ചു വാങ്ങാനുള്ള ഒരു ശക്തി അവർക്ക്, തിരിച്ചെടുക്കാനുള്ള ശക്തി. അപ്പൊ തിരുവമ്പാടി അവർക്ക് നേടിയതുപോലെ ഇപ്പോഴ കൽപ്പറ്റ, അവർ പറയുന്നത് കൽപ്പറ്റ ഞങ്ങൾ വിട്ടുകൊടുത്താണ് നേരത്തെ LJDക്ക് എന്ന് പറയുമ്പോൾ അവർക്ക് അവകാശവാദത്തിന്റെ സാധ്യതയുണ്ട്. റൈറ്റ്, തീർച്ചയായും ശ്രീ എ സജീവൻ സമയപരിമിതി കൊണ്ടാണ് ഇടപെടുന്നത്. ഏതായാലും സീറ്റ് ചർച്ചകൾ തുടങ്ങാനിരിക്കുമ്പോൾ തന്നെ UDFൽ ഒരു മുഴം മുന്നേറിഞ്ഞിരിക്കുകയാണ് ലീഗ് എന്നതിൽ തർക്കമില്ല. 30 മണ്ഡലങ്ങളിൽ കൂടുതൽ പ്രചാരണം നടത്താൻ യൂത്ത് ലീഗിനെ തന്നെ മുന്നിട്ടിറക്കുമ്പോൾ അത് പാർട്ടിയുടെ ആശീർവാദത്തോടെയാണ് എന്നതിലും തർക്കമില്ല. വളരെയധികം നന്ദി ശ്രീ എ സജീവൻ, NP ചേക്കുട്ടിയൊപ്പം നജീബ് കാന്തപുരം, ശ്രീ MA സമദ് ന്യൂസ് 18 പ്രതികരിച്ചത്. ഷഹിദാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകുകയും ചെയ്തു. വാർത്തയിൽ നിന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം.